രചന രാജീവ് ഷാജി. അവതരണം ഷാഹുൽ മലയിൽ. എഡിറ്റിംഗ് ഫൈസൽ സി എന്ന് ഊഞ്ഞേരി. ഗീതു, നിനക്കിന്ന് എവിടെയാടി ഡ്യൂട്ടി? കവിത ഗീതാഞ്ജലിയോട് ചോദിച്ചു. എനിക്ക് ജനറൽ ഒപ്പിയിലാടി. നിനക്കോ? എനിക്ക് പീഡിയാട്രിക് ഒപ്പി. ഇന്നും കൂടിയല്ലേ ജനറൽ ഒപ്പിയിൽ ജോർജ് സാറുള്ളൂ. നാളെ മുതൽ പുതിയ ഡോക്ടറല്ലേ? ആടി, ജോർജ് സാർ എന്ത് പാവായിരുന്നു. ഇനി വരാൻ പോകുന്നയാൾ എങ്ങനെയാണാവോ? കണ്ടു തന്നെ അറിയാം. ഓക്കെ എന്നാ കാണാം. ഓക്കെ ഡി. രണ്ടുപേരും അവരവരുടെ ഡ്യൂട്ടി സ്ഥലങ്ങളിലേക്ക് പോയി. ജോർജ് സാറിന്റെ ഹോസ്പിറ്റൽ അവസാന ദിവസമായത് കാരണം സാർ എല്ലാവർക്കും ട്രീറ്റ് നൽകി. എല്ലാവരോടും ബൈ പറഞ്ഞ് പിരിഞ്ഞു. ഗീതു, നിന്റെ ചേച്ചി വിളിക്കുന്നു. റസിയ ഫോൺ ഗീതുവിന് കൊടുത്തു. ഹലോ ചേച്ചി, നീ എവിടെയായിരുന്നു? എത്ര നേരം ഞാൻ വിളിക്കുക? ചേച്ചി, ഞാൻ ഡ്യൂട്ടി കഴിഞ്ഞ് എത്തിയതേ ഉള്ളൂ. കുളിക്കാൻ കയറിയതാ. ഞാൻ പറഞ്ഞ കാര്യം എന്തായി? അത് ചേച്ചി, ഞാൻ എല്ലാവരോടും ചോദിച്ചോണ്ടിരിക്കുക. ഇത്രയും കാശൊന്നും എന്നെ കൊണ്ട് കൂട്ടിയാൽ കൂടുന്നല്ലോ. ഞാനൊരു മാസമായില് ഗീതു നിന്നോട് പറഞ്ഞിട്ട്. അവിടെ ഡോക്ടർമാരൊക്കെ ഉള്ളതല്ലേ, അവരുടെ കയ്യിൽ എത്ര കാശ് വേണമെങ്കിൽ കാണുമല്ലോ. നിനക്ക് അവരോട് ചോദിച്ചുകൂടെ? ചേച്ചി എന്താ ഈ പറയുന്നത്? ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്ന നേരിട്ട് ഡോക്ടറോട് എനിക്ക് കാശ് വാങ്ങാൻ പറ്റുമോ? അത് 5 ലക്ഷമൊക്കെ ആരുടെ കയ്യിൽ നിന്ന് വാങ്ങിയാലും ഞാൻ എത്ര നാൾ കൊണ്ട് തിരിച്ചു കൊടുക്കും? നമ്മുടെ വീട്ടിലെ കാര്യങ്ങൾ നടത്തും. അതൊന്നും എനിക്കറിയണ്ട. അമ്മയുടെ സ്ഥലം വിറ്റല്ലേ നിന്നെ പഠിപ്പിച്ച്. അതുണ്ടായത് ഞാൻ നിന്നോട് തെണ്ടില്ലായിരുന്നു. എനിക്ക് കൂടി അവകാശപ്പെട്ട സ്ഥലമായിരുന്നു അത്. അപ്പൊ നീ എനിക്ക് അതിന്റെ വിഹിതം തന്നേ പറ്റൂ. ഗീതുവിന്റെ കണ്ണുകൾ നിറഞ്ഞു. താൻ ജോലി കയറിയിട്ട് 2 വർഷമായി. ഈ 2 വർഷത്തിനുള്ളിൽ ചേച്ചിക്ക് വേണ്ടിയാണ് തന്റെ ശമ്പളത്തിന്റെ കൂടുതൽ ഭാഗവും താൻ ചെലവാക്കിയത്. തനിക്കായി ഇതുവരെയൊന്നും മാറ്റിവെച്ചിട്ടില്ല. എന്നിട്ടും ചേച്ചി തന്നെ മനസ്സിലാക്കുന്നില്ലല്ലോ എന്ന് ഓർത്തപ്പോൾ അവൾക്ക് വേദന തോന്നി. തന്റെ അച്ഛനും അമ്മയും ഉണ്ടായിരുന്നില്ല എന്ന് അവൾ ഒരു നിമിഷം ചിന്തിച്ചു പോയി. നിന്റെ ചേച്ചിക്ക് ഇത് എന്തിന്റെ കേടാടി? അവർക്കറിയില്ലേ നിനക്ക് എത്ര സാലറി ഉണ്ടെന്ന്? പിന്നെ എന്തിനെങ്കിലും ലക്ഷങ്ങൾ വേണമെന്ന് വാശി പിടിക്കുന്നത്? കവിത ചോദിച്ചു. ചേച്ചി പണ്ടോട്ടെ അങ്ങനെയാടി. എന്ത് സാധനം അച്ഛൻ വാങ്ങി തന്നാലും അവൾ എന്റെയും കൂടി പിടിച്ചു വാങ്ങും. അച്ഛൻ്റെ കയ്യിൽ നിന്ന് കിട്ടിയുള്ള തല്ലിന് കയ്യും കണക്കുമില്ല. എന്നാലും വീണ്ടും അതേ അവസ്ഥയാണ്. വലുതായപ്പോഴെങ്കിലും അതിൽ നിന്നൊരു മാറ്റം വരുന്നു കരുതി. പക്ഷേ ഇപ്പം എന്തിനാ അവർക്ക് ഇത്രയും കാശ്? ബിസിനസ് തുടങ്ങാനോ അത്രേ? എന്ത് ബിസിനസ്? എനിക്കറിയില്ല റസിയ. ചേച്ചിയുടെ 1-2 ഫ്രണ്ട്സ് ഒപ്പം ഉണ്ട്. അവരൊക്കെ ചേർന്ന് എന്തോ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാത്രേ. എന്താന്ന് ചോദിച്ചപ്പോൾ ഒക്കെ സെറ്റായിട്ട് പറയാമെന്ന് എന്നോട് പറഞ്ഞ്. ഇത് നിന്നെ കുഴിയിൽ ചാടിക്കാനുള്ള പണിയാവും ഗീതു. ഫ്രണ്ട്സ് ചേച്ചിനെയും പറ്റിച്ച് 5 ലക്ഷം മുക്കുവോ? എനിക്കറിയില്ല കവി, ഞാൻ ചോദിച്ചതാ. പക്ഷെ ഫ്രണ്ട്സ് ചതിക്കില്ലെന്നാ ചേച്ചി പറയുന്നേ. ഡീ, നീ ആലോചിച്ചിട്ട് വേണം തീരുമാനിക്കാൻ, കേട്ടല്ലോ? ഞാൻ എന്തേ ചെയ്യാനാ കവി? ചേച്ചി പറയുന്നത് ചേച്ചി കൂടി അവകാശപ്പെട്ട സ്വത്ത് വിറ്റ അച്ഛനെ പഠിപ്പിച്ച്. അതുകൊണ്ട് ചേച്ചിക്ക് ഞാൻ കാശ് കൊടുത്തേ പറ്റൂ എന്നാ. എന്തായാലും ഞാൻ നോക്കട്ടെ. എന്നൊരു സ്വസ്ഥയിലാണ് ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുമല്ലേ, എങ്ങനെയും കൊടുക്കാം. രക്ഷപ്പെടുകയോ നശിക്കുകയോ എന്താന്ന് വെച്ചാൽ ചെയ്യാം. ജീവിതകാലം മുഴുവൻ ഞാൻ ഭാരം വഹിക്കേണ്ടി വന്നാലും വേണ്ടില്ല. പിന്നെ ശല്യപ്പെടുത്തില്ലല്ലോ. നീ ഞങ്ങളെ കൊണ്ടാവുന്ന പോലെ ഞങ്ങൾ സഹായിക്കാം. അതേടി, നിന്റെ ഒപ്പം ഞങ്ങളും ഉണ്ടാവും. റസിയ അവളെ സമാധാനിപ്പിച്ചു. റസിയ, നിനക്ക് കാഷ്വാലിറ്റി ആണോ ഡ്യൂട്ടി? അതേടി, ഒന്നും ഇരിക്കാൻ പോലും പറ്റില്ല. നിനക്കോ? എനിക്ക് ഇന്നും ജനറൽ ഒ പി തന്നെ. ഇന്ന് പുതിയ ഡോക്ടറല്ലേ അവിടെ? ആടി, എങ്ങനെയാണാവോ, ഈശ്വരനെ അറിയാം. ഗീതു ഒപ്പിയിൽ കയറി ടേബിളൊക്കെ ശരിയായി അറേഞ്ച് ചെയ്തു. വരുന്ന ഡോക്ടർ എങ്ങനെയാണെന്ന് അറിയില്ലല്ലോ. ഫസ്റ്റ് ഡേ തന്നെ കലിപ്പാക്കേണ്ട. അവൾ ഒപ്പിക്ക് പുറത്തിറങ്ങി ഡോക്ടർ വരാൻ വേണ്ടി വെയിറ്റ് ചെയ്തു. മോളെ, ഡോക്ടർ എത്തിയില്ലായിരുന്നോ? ഒരു പേഷ്യൻ്റ് അവളോട് ചോദിച്ചു. ഇല്ലമ്മ, എത്തിയില്ല. അമ്മ ഇരുന്നോളൂ, ഇപ്പം എത്തും. ശരി മോളെ. കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ നഴ്സിംഗ് സൂപ്രണ്ടിനൊപ്പം ഒരു ചെറുപ്പക്കാരൻ അങ്ങോട്ടേക്ക് വന്നു. ഗീതാഞ്ജലി, ഇതാണ് ഇന്നു മുതൽ ഇവിടുത്തെ ഫിസിഷ്യൻ, ഡോക്ടർ അലക്സ് ചാക്കോ. യെസ് മാഡം. അപ്പം ശരി ഡോക്ടർ, തുടക്കം നല്ലതാവട്ടെ. സൂപ്രണ്ട് മാഡം ഡോക്ടർ കൈ കൊടുത്തു. താങ്ക്സ് മാഡം. ഡോക്ടറും കൈ കൊടുത്തു. ശേഷം സൂപ്രണ്ട് അവിടുന്ന് പോയി. ഡോക്ടർ ഗീതുവിനെയും നോക്കി റൂമിനകത്തേക്ക് കയറി. പിന്നാലെ ഗീതുവും. ഡോക്ടർ ബാഗ് ടേബിൾ വെച്ച് ചെയറിലിരുന്നു. ശേഷം ഗീതുവിനെ നോക്കി. സിസ്റ്റർ, എന്താ പേര് പറഞ്ഞേ? ഗീതാഞ്ജലി. നീണ്ട പേരാണോ സിസ്റ്റർ? വിളിക്കാൻ ഇച്ചിരി പാടാണല്ലോ. സിസ്റ്ററിന് വേറെ വല്ല പേരുണ്ടോ? എല്ലാവരും ഗീതു എന്നാ ഡോക്ടർ വിളിക്കുന്നത്. ഓക്കെ, എന്നാൽ ഞാനും ഗീതു സിസ്റ്റർ എന്ന് വിളിക്കാം. എന്താ? യെസ് ഡോക്ടർ. ഓക്കെ, എന്നാൽ പേഷ്യൻസിനെ വിളിച്ചോളൂ. ഓക്കെ ഡോക്ടർ. ഗീതു പുറത്തിറങ്ങി ഓരോ പേഷ്യൻസിനെയായി വിളിച്ചു. അന്ന് ദിവസം വലിയ കുഴപ്പങ്ങളിലായിരുന്നു. അലക്സ് ഡോക്ടർ കുഴപ്പക്കാരനല്ലെന്ന് അവൾക്ക് തോന്നി. ഡി, എങ്ങനെയുണ്ട് പുതിയ ഡോക്ടർ? കവിത ചോദിച്ചു. ഇന്നത്തെ പെർഫോമൻസ് കണ്ടിട്ട് വലിയ കുഴപ്പക്കാരനെന്ന് തോന്നുന്നു. കണ്ടറിയാം. വീണ്ടും ദിവസങ്ങൾ മാറ്റങ്ങൾ ഏതിലാ കടന്നുപോയി. അലക്സ് ഡോക്ടറുടെ ഒപ്പിയിൽ വീണ്ടും 2 ദിവസങ്ങൾ കൂടി ഗീതുവിന്റെ ഡ്യൂട്ടി ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് കാഷ്വാലിറ്റിയിലായിരുന്നു അവൾക്ക് ഡ്യൂട്ടി. ഒരു ദിവസം അലക്സ് ഡോക്ടർ ഒപിയിൽ വന്നപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളെ പോലെ തന്നെ ഗീതുവിന്റെ സ്ഥാനത്ത് മറ്റൊരു നഴ്സ്. അലക്സിനെന്തോ ഗീതുവിനെ പോലെ മറ്റുള്ള സ്റ്റാഫ് അത്ര കംഫർട്ടായി തോന്നിയില്ല. അലക്സ് നഴ്സിംഗ് സൂപ്രണ്ടിനോട് പറഞ്ഞു തന്റെ ഒപിയുള്ള ദിവസങ്ങളിൽ ഗീതുവിന് ഒ പി ഡ്യൂട്ടിക്ക് നൽകണമെന്ന് പറഞ്ഞു. പിന്നീടുള്ള ദിവസങ്ങളിൽ അലക്സ് ഡോക്ടറുടെ ഒപ്പിയിൽ ഗീതുവിന് മാത്രമായിരുന്നു ഡ്യൂട്ടി. ഡോക്ടർ. ഗീതു സിസ്റ്റർ, കുറെ നാളെ നമ്മൾ കണ്ടിട്ടല്ലേ? യെസ് ഡോക്ടർ. ഞാൻ ആ സൂപ്രണ്ട് മാഡത്തോട് പറഞ്ഞ് തന്നെ വീണ്ടും ഇവിടേക്ക് ഡ്യൂട്ടിക്കാക്കിയത്. ഞാനിവിടെ വന്ന ദിവസം മുതൽ സിസ്റ്ററായിരുന്നു ഇവിടെ ഡ്യൂട്ടിക്ക്. കുറച്ച് ദിവസം കഴിഞ്ഞ് സിസ്റ്റർക്ക് പകരം മറ്റുള്ളവരോട് ഡ്യൂട്ടിക്ക് നിന്നിട്ടുണ്ട്.
പക്ഷേ സിസ്റ്ററിനെ പോലെ മറ്റാരും കംഫർട്ടായി തോന്നാത്തതുകൊണ്ടാ സിസ്റ്റർ വീണ്ടും ഞാൻ ഇവിടേക്ക് ഡ്യൂട്ടിക്ക് ഇറങ്ങണമെന്ന് പറഞ്ഞു. എനി പ്രോബ്ലം സിസ്റ്റർ? ഏയ് നോ ഡോക്ടർ. ഓക്കെ. പിന്നെ ഡോക്ടർ 2 ദിവസം ഞാൻ കാണില്ല, നാട്ടിൽ പോവാ. അതെയോ? 2 ദിവസമല്ലേ? സാരമില്ല. പക്ഷെ അത് കഴിഞ്ഞാൽ താൻ ഇവിടെ തന്നെ ഡ്യൂട്ടിക്ക് വന്നേക്കണം, കേട്ടല്ലോ? ശരി ഡോക്ടർ. ഓക്കെ. നീ കാശ് കിട്ടി കഴിയുമ്പോൾ പിന്നെ നിന്റെ ചേച്ചി നിന്നെ ഓർക്കെങ്കിലും ചെയ്യോ? ചേച്ചിയുടെ സ്വഭാവം വെച്ചാതൊന്നും പ്രതീക്ഷിക്കേണ്ട കവി. എന്തായാലും നീ പോയിട്ട് വാടി. ശരിടി റസിയ, പോയിട്ട് വറ്റടി. ഓക്കെടി, ശരി. ഗീത് വീട്ടിലെത്തിയിട്ടും ചേച്ചിക്ക് വലിയ സന്തോഷം തോന്നിയില്ല. കുറെ നാളിന് ശേഷം അനിയത്തെ കാണുകയാണെന്നൊരു ഭാവം മുഖത്തിലായിരുന്നു. ആ നീ വന്നോ? കാശ് കൊണ്ടുവന്നിട്ടുണ്ടോ? അവളെ കണ്ടുടൻ ചേച്ചി ചോദിച്ചാൽ അതായിരുന്നു. അവൾക്ക് എന്തോ വേദന തോന്നി. ആ ചേച്ചി കാശ് കൊണ്ടുവന്നിട്ടുണ്ട്. എന്നാ അതിങ്ങ് തന്നേക്ക്. പിന്നെ എന്തെങ്കിലും കഴിക്കാൻ വേണമെങ്കിൽ ഉണ്ടാക്കി കഴിക്ക്. ഞാൻ നീ വരുന്ന ഓർത്തില്ല, എനിക്കുള്ള മാത്രമേ ഉള്ളൂ. സാറില്ല ചേച്ചി, എനിക്ക് വിശപ്പില്ല. അവൾ കാശ് ചേച്ചി കൊടുത്തു. അല്ല നീ എപ്പോഴാണ് പോകുന്നേ? ഞാൻ 2 ദിവസം കഴിഞ്ഞ് പോകും ചേച്ചി. 2 ദിവസം ആക്കുന്നത് എന്തിനാ? നാളെ രാവിലെ വേണേ നീ പൊക്കോ, എനിക്ക് കുറച്ച് കാര്യങ്ങളുണ്ട്. നീ മാത്രം ഇവിടെ നിൽക്കുന്നത് എന്തിനാ? ഞാൻ നാളെ രാവിലെ തന്നെ പോയിക്കോളാം ചേച്ചി. ശരി, എനിക്കിവിടെ വരെ പോകണം. ഗംഗ അവിടുന്ന് പോയി. ഗീത് പൊട്ടിക്കരഞ്ഞു പോയി. എന്നാലും തന്റെ ചേച്ചിക്ക് ഇതെങ്ങനെ കഴിയുന്നു തന്നെ ഇങ്ങനെ അവഗണിക്കാൻ? അവൾ ലീവ് ക്യാൻസൽ ചെയ്ത് പിറ്റേന്ന് തന്നെ തിരികെ പോകുന്നു. എന്നാലും നിന്റെ ചേച്ചിക്ക് ഭയങ്കര തൊലിക്കട്ടി തന്നെയാടി. അങ്ങനെയുള്ളവർക്ക് മനസ്സിങ്ങനെ കല്ലാക്കാൻ പറ്റൂ? സ്വന്തം കൂടപ്പറപ്പിനോട് സ്നേഹത്തൊരു വാക്ക് പറയാത്തവരുണ്ടോ? കവിത പൊട്ടിത്തെറിച്ചു. ഉണ്ടെന്ന് എനിക്കിപ്പോ മനസ്സിലായില്ലേ കവി? റസിയ പറഞ്ഞു. അല്ല, താൻ 2 ദിവസം കഴിഞ്ഞല്ലേ വരുന്നല്ലേ പറഞ്ഞു, പിന്നെന്താ ഇന്ന്? ഏയ് ഒന്നുമില്ല ഡോക്ടർ. അവളുടെ ഉള്ളിൽ എന്തൊക്കെയോ സങ്കടങ്ങളുണ്ടെന്ന് അവന് തോന്നി. ഒരു ദിവസം ഗീതുവിന് പനിയായിരുന്നുകൊണ്ട് അവൾ ഡ്യൂട്ടിക്ക് പോയില്ല. അന്ന് ക്യാൻറ്റീനിൽ വെച്ച് അലക്സ് ഡോക്ടർ കവിതയും റസിയയും കണ്ടു. അവർക്കടുത്തേക്ക് അവൻ പോയിരുന്നു. അവനെ കണ്ടത് അവർ എഴുന്നേറ്റു. ഏയ് ഇരുന്നോളൂ. ഇന്നൊന്ന് ഗീതു വരാത്തത് പനിയാണോ? യെസ് ഡോക്ടർ. ഗീതുവിന് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ? അയാൾ ഇടയ്ക്കൊക്കെ ഡെസ്പായി കാണുന്നു. ഞാൻ ചോദിക്കുമ്പോൾ ഒന്നുമില്ലെന്ന് അയാൾ പറയുന്നു. നിങ്ങൾക്ക് എന്തെങ്കിലും അറിയോ? അത് ഡോക്ടർ, അവൾക്ക് എന്തെങ്കിലും 1-2 സങ്കടമല്ല, ഒരു കുന്നോളം സങ്കടമുണ്ട്. അത് ഉള്ളിലൊതുക്കിയാ അവളിങ്ങനെ ചിരിച്ചളിച്ച് നടക്കുന്നത്. പാവം. കവി പറഞ്ഞു. എന്താ അയാൾക്ക് ഇത്രയും സങ്കടം വരാനുള്ള കാരണം? അത് അവളുടെ കുഞ്ഞുനാളിലെ അമ്മ മരിച്ചു. പിന്നെ അച്ഛനാ അവളുടെ കാര്യങ്ങളൊക്കെ നോക്കിയത്. ഒരു ചേച്ചിയുണ്ട്, പക്ഷെ അത് ഉള്ളതില്ലാത്ത കണക്കാ. അവളോട് സ്നേഹത്തോടും സംസാരിക്കുക പോലും ചെയ്യില്ല. അച്ഛൻ്റെ അമ്മയുടെ സ്വത്ത് വിറ്റിട്ടാ അച്ഛൻ അവളെ പഠിപ്പിച്ച്. ചേച്ചിയൊന്നും പഠിക്കില്ലായിരുന്നു, അതുകൊണ്ട് അച്ഛൻ്റെ പ്രതീക്ഷ മുഴുവൻ ഇവളിലായിരുന്നു. പക്ഷെ ഇവിടെ പഠിത്തം കഴിഞ്ഞപ്പോൾ അച്ഛൻ മരിച്ചു. പിന്നെ ചേച്ചി മാത്രമായി. പക്ഷെ ചേച്ചി മിക്കവാറും അവളോട് വഴക്കാണ്. ആർക്കൂടി അവകാശപ്പെട്ട സ്വത്ത് വിറ്റാണ് അച്ഛൻ അവളെ പഠിപ്പിച്ചത്. അതുകൊണ്ട് അവർക്ക് അവകാശപ്പെട്ട അവർക്ക് കൊടുക്കണമെന്ന് പറഞ്ഞു. അവൾക്ക് സാലറി കിട്ടിയാൽ അതിനെ ചേച്ചി വിളിച്ച് ഓരോ ആവശ്യം പറഞ്ഞ കാശ് വാങ്ങും. അവളുടെ സാലറിയുടെ 3/4 ഭാഗം അവർ കൈക്കലാക്കും. ചില മാസങ്ങളിൽ അവളുടെ ആവശ്യങ്ങൾക്ക് പോലും അവളുടെ കയ്യിൽ കാശുണ്ടാവില്ല. ആദ്യമൊക്കെ ഞങ്ങളോട് ചോദിക്കായിരുന്നു, പിന്നെ ഞങ്ങളോട് ചോദിക്കാൻ അവൾക്ക് മടിയായി. പക്ഷേ ഞങ്ങൾ അവളുടെ ആവശ്യങ്ങൾ അറിയാൻ സഹായിക്കും. പക്ഷെ അവൾ മിക്കവാറും ഞങ്ങളുടെ സഹായം സ്വീകരിക്കില്ല. സത്യം പറഞ്ഞാൽ അവളുടെ കാര്യം ഓർത്ത് ഞങ്ങൾക്ക് വല്ലാത്ത സങ്കടം ഡോക്ടർ. ഒരാവശ്യം വന്ന ആരുമില്ല. ഏയ് നിങ്ങൾ സങ്കടപ്പെടാതെ. അയാളുടെ ഉള്ളിൽ എന്തൊക്കെയോ സങ്കടങ്ങളുണ്ടെന്ന് തോന്നിയോണ്ടാ എന്താണെന്നറിയാൻ നിങ്ങളോട് ചോദിച്ചു. ഓക്കെ, താങ്ക്സ്. ഞാനിപ്പോൾ കാര്യങ്ങൾ അറിഞ്ഞൊന്നും തൽക്കാലം അയാൾ അറിയണ്ട. പിന്നെ ഇനി ആൾക്ക് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടായാൽ എന്നോട് പറഞ്ഞാൽ മതി കേട്ടോ. ശരി ഡോക്ടർ. ഓക്കെ, ശരി എന്നാ. അലക്സ് അവിടുന്ന് പോയി. നീ എന്താടി അലക്സ് ഡോക്ടറെ ഗീതുവിന്റെ കാര്യത്തിൽ ഇത്ര കെയറിങ്? ആ റസിയെ കൈമലെത്തി. റസിയും കവിതയും പരസ്പരം നോക്കി ചിരിച്ചു. ഗുഡ് മോർണിംഗ് ഡോക്ടർ. ആ ഗുഡ് മോർണിംഗ് ഗീതു. തന്റെ പനിയൊക്കെ കുറഞ്ഞോ? ആ കുറഞ്ഞു ഡോക്ടർ. ദാ അവനൊരു പാക്കറ്റ് അവൾക്ക് നേരെ നീട്ടി. എന്താ ഡോക്ടർ ഇത്? താൻ തുറന്നു നോക്ക്. അവൾ തുറന്നു നോക്കി. അതിൽ ഭംഗിയുള്ളൊരു വാലറ്റ് ആയിരുന്നു. ഡോക്ടർ ഇത് എൻ്റെ കസിൻ സ്റ്റേറ്റ്സിൽ നിന്ന് വന്നപ്പോൾ കൊണ്ടുവന്ന. ഇത് കണ്ടപ്പോൾ എനിക്ക് തന്നെ ഓർമ്മ വന്നു. തനിക്കിഷ്ടമായോ? എനിക്കിഷ്ടമായി, പക്ഷേ ഇത് മറ്റാർക്കെങ്കിലും കൊടുക്കായിരുന്നു. ഏയ് ഇത് ഞാൻ തനിക്ക് വേണ്ടി തന്നെ കൊണ്ടുവന്ന. ഇതിനി മറ്റാരും കൊടുക്കുന്നില്ല, ഇത് തനിക്കുള്ള. പിന്നെ അതിൽ ആദ്യത്തെ കാശ് എൻ്റെ തന്നെ ആവട്ടെ. അലക്സ് 500 നോട്ട് അവൾക്ക് നേരെ നീട്ടി. ഏയ് അത് വേണ്ട ഡോക്ടർ. വേണം, ഇത് താൻ വാങ്ങിയേ പറ്റൂ. ഡോക്ടർ താനൊന്നും പറയണ്ട, ആ വാലറ്റിങ് തന്നേ. ആ താടു. അവൾ മടിച്ച് വാലറ്റ് അവന് നേരെ നീട്ടി. അവനത് വാങ്ങി കാശ് അതിൽ വെച്ച് അവൾക്ക് തിരികെ നൽകി. താങ്ക്സ് ഡോക്ടർ. വെൽക്കം. ഡി എന്താടി മോളെ, വന്ന് 1 മാസം ആകുന്നതിന് മുന്നേ വാലറ്റൊക്കെ ഗിഫ്റ്റ് ആയിരുന്നു. കവിത ചിരിയാലവളെന്ന് മുട്ടി. പോടി അവിടുന്ന്. ഡേഡി നിക്കവിടെ, നീ നൈസായിട്ട് മുങ്ങണ്ട, കാര്യം പറഞ്ഞിട്ട് പോയാ മതി. റസി അവളെ പിടിച്ചു നിർത്തി. എന്താടി നിനക്കൊക്കെ? ഡോക്ടർ വാലറ്റ് എന്നതിന് നീയൊക്കെ എന്തിനാ ഇല്ലാത്ത കഥകൾ ഉണ്ടാക്കുന്നേ? ഇല്ലാത്തതൊന്നും അല്ല മോളെ, ഞങ്ങൾക്കറിയാം സംതിങ് റോങ്. എന്ത് റോങ്? ഒന്ന് പോടി. നടക്കട്ടെ. പിറ്റേന്ന് ഓപ്പിയിലെത്തിയപ്പോൾ അവൾക്കെന്തോ കവിതയും റസിയും പറഞ്ഞ കാര്യങ്ങളാണ് ഓർമ്മ വന്നത്. അലക്സിനെ ഫേസ് ചെയ്യാൻ അവൾക്കെന്തോ മടി തോന്നി.
എന്താണോ തനിങ്ങനെ ഫേസ് ചെയ്യാൻ മടിയാണോ? ഏയ് ഇല്ല ഡോക്ടർ. പിന്നെന്താ തൻ്റെ മുഖത്ത് നോക്കാത്തെ? ഏയ് നത്തിങ് ഡോക്ടർ. ആൾ പുറത്തേക്ക് പോയി. അവന്റെ ചുണ്ടിലൊരു പുഞ്ചിരി വിരിഞ്ഞു. 1 മാസം വീണ്ടും കടന്നുപോയി. ഇതിനിടയിൽ ഗംഗ ചേച്ചി വിളിച്ചെങ്കിലും തിരക്കാണെന്ന് പറഞ്ഞ അവൾ ഫോൺ കട്ട് ചെയ്യുമായിരുന്നു. ഗീതുവിന് വല്ലാത്ത സങ്കടം തോന്നി. ഒരു ദിവസം ഓപ്പറേഷൻ തിയേറ്ററിൽ സ്റ്റാഫ് കുറവായത് കാരണം ഗീതുവിന് അവിടെ ഡ്യൂട്ടിക്ക് പോകേണ്ടി വന്നു. അലക്സ് എത്തിയപ്പോൾ OP-യിൽ ഗീതുവിന് പകരം മറ്റൊരാൾ. അവന് ദേഷ്യം വന്നു. ഗീതു സിസ്റ്റർ എവിടെ? അലക്സ് അവിടെ നിന്ന് സ്റ്റാഫിനോട് ചോദിച്ചു. അത് ഡോക്ടർ, ഗീതുവിനോട് ഓപ്പറേഷൻ തിയേറ്ററിൽ ഡ്യൂട്ടിക്ക് പോകാൻ മാഡം പറഞ്ഞു. അവന് വീണ്ടും ദേഷ്യം വന്നു. അന്നെങ്ങനെയൊക്കെ കഴിഞ്ഞുപോയി. പിറ്റേന്ന് ഗീതു OP-യിലുണ്ടായിരുന്നിട്ടും അലക്സ് അവളെ മൈൻഡ് ചെയ്തില്ല. മാത്രമല്ല അവളോട് വെറുതെ ദേഷ്യപ്പെടുകയും ചെയ്തു. ഡോക്ടർ, ഒരു പേഷ്യന്റ് ഉണ്ട്. ഗീതു പെട്ടെന്ന് അകത്തേക്ക് കയറി പറഞ്ഞു. ഡോറ് നോക്കിയത് വേണമെന്നറിയില്ലേ ഇഡിയറ്റ്? അവൻ ദേഷ്യപ്പെട്ടു. ആൾക്ക് അവന്റെ ആ പെരുമാറ്റത്തിൽ വല്ലാതെ സങ്കടം തോന്നി. സോറി ഡോക്ടർ, ഞാൻ ഡോണ്ട് റിപ്പീറ്റ് ദിസ്. അവന് മുഖം കണ്ടപ്പോൾ ആൾക്ക് എന്താ അസ്വസ്ഥത തോന്നി. പേഷ്യന്റ് പോയ ശേഷം പിന്നീട് അവൾ OP-കകത്തേക്ക് വന്നില്ല. എന്നാൽ അവളോട് ദേഷ്യപ്പെട്ടില്ല. അവനെന്തോ വല്ലാത്ത കുറ്റബോധം തോന്നി. അവൻ ബെല്ലടിച്ച് അവൾ വിളിച്ചു. അവൾ ഡോറ് നോക്ക് ചെയ്തു. യെസ് കമിൻ. അവൾ അകത്തേക്ക് കയറി. എന്താ ഡോക്ടർ? സിസ്റ്റർ ആ ഡോറ് ലോക്ക് ചെയ്തേക്ക്. എന്താ പറഞ്ഞു കേട്ടില്ലേ? ആ ഡോർ അകത്തുനിന്ന് ലോക്ക് ചെയ്യാൻ. ആൾ അവനെ നോക്കിക്കൊണ്ടുപോയി ഡോറ് ചാരി. ഡോറ് ചാരാനല്ല, ലോക്ക് ചെയ്യാനാണ് സിസ്റ്ററോട് പറഞ്ഞത്. ആൾ മടിയോടെ ഡോറ് ലോക്ക് ചെയ്തു. സിസ്റ്ററോട് വരൂ. ആൾ എന്തെന്നറിയാതെ അവനടുത്തേക്ക് പോയി. ഇവിടെ എൻ്റെ അടുത്തേക്ക് വരൂ. എന്താ ഡോക്ടർ? എന്താ മോൻ കടന്നിലെത്തിയിരിക്കുന്നത്? ഏയ് നത്തിങ് ഡോക്ടർ. ആൾ അവൻ്റെ മുഖത്തേക്ക് നോക്കാതെ പറഞ്ഞു. സിസ്റ്റർ എന്താ എൻ്റെ മുഖത്തേക്ക് നോക്കാത്തെ? സിസ്റ്ററെ. യെസ് ഡോക്ടർ. അവൻ എഴുന്നേറ്റ് അവൾക്കടുത്തേക്ക് വന്നു. അവൻ വരുന്നതിനനുസരിച്ച് അവൾ പിന്നോട്ട് പോയി. ഒടുവിൽ ചുമലിൽ തട്ടി നിന്നു. ഡോക്ടർ. എന്താടോ? എന്താ? ആൾക്ക് തൊണ്ട വരണ്ടു. എന്താ എന്നോട് പിണക്കാണോ? എന്തിന്? ഞാൻ ദേഷ്യപ്പെട്ടതിന്? ഇല്ല. ഇല്ലേ? ഇല്ല. ഒട്ടുമില്ലേ? ഇല്ല. അതെന്താ? എനിക്കറിയില്ല. എന്നാ എനിക്കറിയാം. എന്ത്? അത് ഞാൻ തന്നെ പറയണം. ആളൊന്നും മിണ്ടിയില്ല. തന്നെ ആദ്യം കണ്ടപ്പോൾ തൊട്ട് എന്തോ തന്നോടൊരു അടുപ്പം തോന്നി. കൂടുതൽ അടുത്തപ്പോൾ തനിക്ക് എന്തൊക്കെയോ സങ്കടങ്ങളുണ്ടെന്ന് മനസ്സിലായി. അത് മനസ്സിലാക്കാൻ തൻ്റെ ഫ്രണ്ട്സ് വേണ്ടി വന്നു. തൻ്റെ കാര്യങ്ങളൊക്കെ അറിഞ്ഞപ്പോൾ എന്തോ വല്ലാത്തൊരു അടുപ്പം തോന്നി തുടങ്ങി. താൻ എൻ്റെ ആരൊക്കെയാണെന്നുള്ള തോന്നൽ. തന്നെ കാണുമ്പോൾ ഹൃദയം വല്ലാണ്ട് മിടിക്കും. പിന്നെ തന്നെ പെട്ടെന്ന് കാണാതായപ്പോൾ എന്തോ ഒരു മിസ്സിങ് ഫീൽ ചെയ്തു. തനിക്ക് പകരം മറ്റൊരാൾ. അതെനിക്ക് ചിന്തിക്കാൻ പോലും ഇപ്പോൾ പറ്റുന്നില്ല. ഡോക്ടർ എന്തൊക്കെയാ പറയുന്നേ? അറിയില്ല, പക്ഷെ ഒന്നറിയാം. ഈ അലക്സ് ചാക്കോക്ക് ഇപ്പൊ ഗീതുവിനെ കാണാതെ ഒരു ദിവസം പോലും പറ്റാത്ത അവസ്ഥയാ. ഡോക്ടർ വേണ്ട, ഡോക്ടർക്ക് ചേർന്ന ഒരാളല്ല ഞാൻ. എന്നെ വിട്ടേക്ക്. ഇല്ല ഗീതു, നിന്നോടുള്ള സാധാപം കൊണ്ടൊന്നുമില്ല. നിന്നെ കണ്ടെന്ന് മുതൽ നീന്റെ ആരൊക്കെയാണെന്ന് എനിക്ക് തോന്നി. നിന്റെ കഥകളൊക്കെ കേട്ടപ്പോൾ നിന്നോടുള്ള ഇഷ്ടം കൂടിയിട്ടേ ഉള്ളൂ. എനിക്ക് വേണം ഗീതു നിന്നെ. ഈ ജന്മം മുഴുവൻ നിനക്ക് കിട്ടാതെ പോയ സ്നേഹം മുഴുവൻ നൽകാൻ, നിന്റെ സ്നേഹം അനുഭവിക്കാൻ നീ എന്നും എൻ്റെ ഒപ്പം വേണം. അവനവളുടെ കൈകൾ ചേർത്ത് പിടിച്ച് പറഞ്ഞു. ഇല്ല ഡോക്ടർ, അതൊരിക്കലും നടക്കില്ല. അത് ഡോക്ടറുടെ വീട്ടുകാർ സമ്മതിക്കില്ല. ആരെയും വേദനിപ്പിച്ചുകൊണ്ട് എനിക്കൊന്നും വേണ്ട. ഗീതു മോളെ, എൻ്റെ അപ്പച്ചനും അമ്മച്ചിയും പാവങ്ങളാടോ. അവരോട് ഞാൻ നിന്നെ കണ്ടപ്പോഴുള്ള കാര്യങ്ങൾ പറഞ്ഞപ്പോൾ അവരെന്താ പറഞ്ഞതെന്നറിയ നിനക്ക്? എത്രയും വേഗം ഞങ്ങളുടെ പൊന്നുമോളെ ഇങ്ങോട്ടേക്ക് കൊണ്ടുപോടാ എന്നാ. അത്രയ്ക്ക് സ്നേഹമുള്ളവരാ എൻ്റെ അപ്പച്ചനും അമ്മച്ചിയും. അതുകൊണ്ട് ഈ മനസ്സിൽ എന്നോട് അല്പമെങ്കിലും ഇഷ്ടമുണ്ടെങ്കിൽ വന്നൂടെ എൻ്റെ പെണ്ണായിട്ട് എൻ്റെ ജീവിതത്തിലേക്ക്? ഡോക്ടർ എനിക്ക് ഒന്നും പറയണ്ട. അവനവളുടെ ചുണ്ടിൽ വിരൽ വെച്ച് പറഞ്ഞു. ഈ ജന്മം മുഴുവൻ എനിക്ക് കൂട്ടായി. നീ വരില്ലേ പെണ്ണേ? ഡോക്ടർ. ഡോക്ടറല്ല, ഇച്ചായൻ. അങ്ങനെ വിളിച്ചാൽ മതി. അപ്പൊ ഞാൻ സ്വപ്നം കണ്ടോട്ടെ, ഈ മാലാഖയുമൊത്തുള്ള ജീവിതം. അത് ഞാൻ മതി ഇങ്ങനെ കണ്ണൊക്കെ നിറച്ച്. ഇനി ഈ കണ്ണ് നിറയുന്നത് എൻ്റെ ഡെഡ് ബോഡിക്ക് മുന്നിൽ മാത്രമാണ്. കേട്ടല്ലോ പറഞ്ഞ്? ഒന്ന് ചിരിച്ചേ. ചിരിക്കേടോ. അവൾ അവനായി ഒരു പുഞ്ചിരി നൽകി. ആ ചിരിയിൽ അവനും ചേർന്നു. പിറ്റേന്ന് അലക്സിന്റെ ഫോണിൽ വിളിച്ച് അവന്റെ അപ്പച്ചനും അമ്മച്ചിയും ഗീതുവിനോട് സംസാരിച്ചു. സങ്കടപ്പെടേണ്ടെന്നും എത്രയും വേഗം മോളെ വീട്ടിലേക്ക് കൊണ്ടുപോകുമെന്ന് അവർ പറഞ്ഞു. നീ പുണ്യം ചെയ്തവളാ. അലക്സ് ഡോക്ടർ നിന്റെ സങ്കടം മനസ്സിലാക്കാനും നിന്നെ ഇഷ്ടപ്പെടാനൊക്കെ ദൈവം മനസ്സ് കൊടുത്തില്ലേ? അതേ മോളെ, ഇനി ആരിൽ നിന്നുള്ള തോന്നൽ വേണ്ട. ഡോക്ടർ ഇന്നും നിന്നോടൊപ്പം ഉണ്ടാവും, റസിയ പറഞ്ഞു. സന്തോഷം കൊണ്ട് ഗീതു അവരെ കെട്ടിപ്പിടിച്ചു. അവരും. ഇതിനിടയിൽ ഒരു ദിവസം ഡ്യൂട്ടിക്കിടെ ഗംഗ ഗീതുവിനെ വിളിച്ചുകൊണ്ടിരുന്നു. അവൾ ഫോൺ എടുത്തില്ല. വീണ്ടും അവൾ വിളിച്ചു. ആരോടാ വിളിക്കുന്നേ? പേഷ്യന്റ് പോയ ശേഷം അലക്സ് ചോദിച്ചു. അത് ചേച്ചിയാ. താൻ ഫോൺ എടുക്ക്. വേണ്ട ചേ, പൈസക്കാവും, അല്ലാതെ ചേച്ചി വിളിക്കില്ല. താൻ എന്തായാലും എടുക്ക്. സ്പീക്കർ ഓൺ ചെയ്യ. അവൾ കോൾ എടുത്ത് സ്പീക്കർ മോഡ് ഓൺ ചെയ്തു. ഹലോ, ഞാൻ എത്ര നേരമായിട്ട് നിന്നെ വിളിക്കുന്നു. നീ അവിടെ പോയി കിടക്കായിരുന്നു?
ചേച്ചി ഞാൻ ഡ്യൂട്ടിയിലാണെന്ന കാര്യം അറിയില്ലേ? ഓ, അവിടെ ഒരു ഡ്യൂട്ടി. ചേച്ചി നിന്നെപ്പോൾ വിളിച്ചേ? അത് എനിക്ക് കുറച്ചുകൂടി കാശ് വേണം. എന്താ എനിക്ക് ചെവി കേൾക്കില്ലേ? എനിക്ക് കുറച്ചുകൂടി കാശ് വേണമെന്നാ പറഞ്ഞേ. ചേച്ചി ഞാൻ വെറും നേഴ്സാണ്, അല്ലാതെ അമേരിക്കൻ പ്രസിഡന്റ് ഒന്നല്ല ചോദിക്കുമ്പോൾ ലക്ഷങ്ങൾ എടുത്ത് തരാൻ. ഓ, നല്ല തമാശ. നിനക്ക് എത്ര ശമ്പളം ഉണ്ടെന്നുള്ളത് എന്നെ ബാധിക്കുന്ന കാര്യമില്ല. എനിക്കൂടി അവകാശപ്പെട്ട സ്വത്ത് വിറ്റ അച്ഛൻ നിന്നെ പഠിപ്പിച്ച്. അപ്പം ഞാൻ ചോദിക്കുന്ന പൈസ നീ എനിക്ക് തന്നേ പറ്റൂ. ഇപ്പം ഞാൻ തന്ന 5 ലക്ഷത്തിന്റെ കടം തീർക്കാൻ ഞാൻ എത്ര നാൾ ജോലി ചെയ്യേണ്ടി വരുന്ന ചേച്ചിക്ക് അറിയോ? അപ്പം ഇനിയും കാശ് വേണമെന്ന് പറഞ്ഞ് ഞാൻ ആരോട് ചോദിക്കും? എവിടുന്ന് തരും? അതൊന്നും എനിക്കറിയേണ്ട കാര്യമില്ല. ഞാൻ എൻ്റെ ഫ്രണ്ട്സും കൂടി ഒരു ബിസിനസ് ചെയ്തു. അത് ഞങ്ങൾ ഉദ്ദേശിച്ച പോലെ സക്സസ് ആയില്ല. അതുകൊണ്ട് ഒരു 5 ലക്ഷം കൂടി നീ എനിക്ക് തന്നേ പറ്റൂ. ചേച്ചി എന്താ? എനിക്ക് അവകാശപ്പെട്ട സ്വത്തിന്റെ ഒരു അംശം പോലും ഞാൻ ചോദിക്കുന്നില്ല. വെറും 10 ലക്ഷം മാത്രം ചോദിച്ച്. അതിന്റെ സ്വത്തിന്റെ 1% പോലും ആകുന്നില്ല. അത് നീ ഓർക്കണം. ഇത്രയ്ക്ക് ഔദാര്യം നിന്നോട് ഞാൻ കാണിക്കുന്നില്ലേ? ചേച്ചി എന്തൊക്കെ പറഞ്ഞാലും ഇനി ഞാൻ ചില്ലിക്കാശയില്ല, എന്റെ കയ്യിലില്ല. ഡി, നിനക്കെന്നെ ശരിക്കറിയില്ല. നിന്നെ ഞാൻ കുറെ നേരമല്ല നിങ്ങൾ തുടങ്ങിയിട്ട്. ഇവിടെ ചേച്ചിയാണെന്നുള്ള ഒറ്റ പരിഗണന കൊണ്ടാ ഇത്രയും നേരം ഞാനൊക്കെ കേട്ടുന്നു. ഇനി അവൾ എന്തെങ്കിലും പറഞ്ഞാ? അലക്സിനെ ദേഷ്യം നിയന്ത്രിക്കാനായില്ല. ഓഹോ, അപ്പൊ നിനക്ക് അവിടെ നേഴ്സ് പണിക്ക് കുറെ മറ്റു പണികളുണ്ടല്ലേ ഗീതു? ചുമ്മാതല്ല 5 ലക്ഷം ഇങ്ങ് പോന്ന്. നിനക്ക് വേണ്ടി സംസാരിക്കാൻ ആളുണ്ടല്ലേ? അല്ല, എത്രമാരുടെ ലിസ്റ്റില്? ആൾ പരിഹാസത്തോടെ ചോദിച്ചു. ചി നിർത്തടി, നിനക്ക് ഈ അലക്സ് ആരാണെന്ന് ശരിക്കറിയില്ല. ഇവളുടെ ചേച്ചിയാണെന്ന പേരിൽ ഇവളെ നീ കുറെ കാലം കഷ്ടപ്പെടുത്തുമല്ലേ? ഇനി അത് വേണ്ട. അച്ഛൻ അറിഞ്ഞനെയാ നിനക്ക് അവകാശപ്പെട്ട നിന്റെ അനിയത്തിയുടെ പഠനത്തിന് വേണ്ടി ചെലവാക്കിയത്. നിനക്ക് തന്നിരുന്നെങ്കിൽ അത് നീ എന്നേ നശിപ്പിച്ചേനെ. നീ ഇവളെ നോക്കില്ലെന്ന് ഇവളെ കഷ്ടപ്പെടുത്തുമെന്നും അച്ഛൻ അറിയായിരുന്നു. ഇനി ഇവളെ വേദനിപ്പിക്കാനോ കഷ്ടപ്പെടുത്താനോ നീ ശ്രമിച്ചാ? ചി നിർത്തടാ, നീ ആരാണ് എന്നെ ഭീഷണിപ്പെടുത്താൻ? നീ അവിടെ മറ്റവനാണെങ്കിലേ അവളുടെ കാര്യം നോക്കിയാൽ മതി, എന്നാ നോക്കാൻ വരണ്ട. അവളുടെ കാര്യം തന്നെയാണ് ഞാനീ പറയുന്നത്. അവൾ എന്റെ പെണ്ണാ. ഇനി നീ അവളെ വിളിച്ച് കാശ് കോപ്പെന്നൊക്കെ വിളിച്ചാലുണ്ടല്ലോ എന്റെ സ്വഭാവം മാറും, പറഞ്ഞേക്കാം. വെച്ചിട്ട് പോടി. അവൻ കോള് കട്ട് ചെയ്തു. സോറി മോളെ, ഞാൻ ഇത്രയെങ്കിലും ചെയ്തില്ലെങ്കിൽ എന്റെ പെണ്ണിനെ ഞാൻ സ്നേഹിക്കുന്നതിനൊരു അർത്ഥവുമില്ല. ആൾ ആരെ നോക്കി പുഞ്ചിരിച്ചു. പിറ്റേന്ന് തന്നെ ആൾ കടം വാങ്ങിയവരുടെ കാശ് അലക്സ് കൊടുത്തു. കടം വീട്ടി. എന്റെ പെണ്ണിന്റെ മനസ്സിൽ ഇനിയൊരു സങ്കടം ഉണ്ടാവാൻ പാടില്ല. ഇച്ചായ, ഞാൻ ഇതിനൊക്കെ എങ്ങനെയാ നന്ദി പറയാ? എനിക്ക് വേണ്ടി ഇച്ചായൻ. ഏയ്, നമുക്കിടയിൽ ഒരു ഫോർമാലിറ്റി എന്തിനാടി? 2 ദിവസം കഴിഞ്ഞ് അലക്സിന്റെ അപ്പച്ചനും അമ്മച്ചും അവളെ കാണാൻ വന്നു. അലക്സിനെ കൂട്ടിയാണ് അവൾ താമസിക്കുന്നിടത്തേക്ക് അവർ വന്ന്. മോളുടെ കാര്യം കേട്ടപ്പോഴേ ഞങ്ങൾക്ക് ഇഷ്ടമായി. ഇപ്പൊ മോളെ കണ്ടപ്പോൾ ഒരുപാട് ഇഷ്ടമായി. നീ ഞങ്ങളുടെ മോന്റെ പുണ്യ മോളെ. അമ്മച്ചി അവളെ തലയിൽ തലോടി പറഞ്ഞു. അമ്മച്ചി പറഞ്ഞു തന്നെ അപ്പച്ചനും പറയാനുള്ളത്. ഇനി മോള് സങ്കടപ്പെടണ്ട. അവളുടെ കണ്ണ് സന്തോഷത്താൽ നിറഞ്ഞു. കവിതയെയും റസിയെയും സാക്ഷികളാക്കി അമ്മച്ചി ഗീതുവിന്റെ കയ്യിൽ വളയിട്ട് അവളെ തന്നെ മകന്റെ പെണ്ണായി ഉറപ്പിച്ചു. കുറച്ചു ദിവസത്തിന് ശേഷം അലക്സും അപ്പച്ചനും അമ്മച്ചിയൊപ്പം ഗീതുവും നാട്ടിലേക്ക് വന്നു. ഗംഗയുടെ അവിടെ വിവാഹക്കാരെ സംസാരിക്കാനാണ് വന്നത്. എന്നാൽ അവൾ അവരോട് എതിർത്ത് സംസാരിച്ചു. അവൾക്ക് കിട്ടാതെ അവൾ വിവാഹത്തിന് സമ്മതിക്കില്ലെന്ന് പറഞ്ഞു. നിങ്ങളുടെ സമ്മതം ഞങ്ങൾക്ക് ആവശ്യമില്ല. പിന്നെ ഇവൾക്ക് ആകെയുള്ള ഒരു കൂടപ്പിറപ്പാണല്ലോ എന്ന് കരുതിയാ നിങ്ങളോട് പറയാൻ കരുതി. പിന്നെ നിങ്ങൾക്ക് കൂടപ്പിറപ്പിനെക്കാളും വലുത് പണം സ്വത്തുമല്ലേ? നിങ്ങളെ പേടിച്ചിട്ടൊന്നുമല്ല. ഇനി നിങ്ങളുടെ ശല്യം എന്റെ പെണ്ണിന് ഉണ്ടാവാൻ പാടില്ല. അതുകൊണ്ട് നിങ്ങൾ അന്ന് ചോദിച്ച 5 ലക്ഷം കൂടി ഞാൻ തരും. പിന്നെ ഒരിക്കലും നിങ്ങളുടെ ശല്യം ഇവൾക്ക് ഉണ്ടാവരുത്. മോനെ, അപ്പച്ചൻ അവർക്കടുത്തേക്ക് വന്നു. ഇവളല്ലേ പറഞ്ഞ് ഇവൾക്ക് അവകാശപ്പെട്ട സ്വത്തുകൂടി വിറ്റ അച്ഛൻ ഗീതുമോളെ പഠിപ്പിച്ചെന്ന്. ഇനി ഇവൾ ഇതും പറഞ്ഞ് മോളെ ശല്യപ്പെടുത്തണ്ട. നിനക്ക് ഞാൻ 10 ലക്ഷം രൂപ തരും. നിന്റെ ഒരു വാക്ക് പോലും ഇനി മോൾക്ക് ശാപമായിട്ട് വരരുത്, അപ്പച്ചൻ പറഞ്ഞു. കാശിനോട് ആർത്തിയുള്ള ഗംഗയെ സമ്മതിച്ചു. അന്ന് 10 ലക്ഷത്തിന്റെ ചെക്ക് അപ്പച്ചൻ അവൾക്ക് നൽകി. പിന്നെ പെട്ടെന്ന് തന്നെ അലക്സും ഗീതുമായുള്ള കേട്ടവർ നടത്തി. എല്ലാത്തിനും സാക്ഷിയായി ഇരുവരെ അനുഗ്രഹിക്കാൻ കവിതയും റസിയയും പിന്നെ അവർ വർക്ക് ചെയ്യുന്ന ഹോസ്പിറ്റലിലെ ഡോക്ടേഴ്സും മറ്റു സ്റ്റാഫ്സും എല്ലാം ഉണ്ടായിരുന്നു. പക്ഷേ ഗംഗ വന്നിരുന്നില്ല. അത് ഗീതുവിൽ ചെറിയ സങ്കടം ഉണ്ടാക്കി. പക്ഷേ സഹോദരങ്ങളുടെ സ്ഥാനത്തുനിന്ന് അവളുടെ കൂട്ടുകാരെ അവളുടെ കൈപിടിച്ച് നൽകി. അവളുടെ കണ്ണ് നിറഞ്ഞു. രക്തബന്ധമല്ല, ആത്മബന്ധമാണ് ശരിക്കും വലുതെന്ന് അവൾ മനസ്സിലാക്കി. അമ്മച്ചി കൊടുത്ത മെഴുകുതിരി വാങ്ങി വലതുകാൽ വെച്ച് അവന്റെ വീട്ടിലേക്ക് കയറുമ്പോൾ അലക്സ് അവളെ തന്നെ നെഞ്ചോരം ചേർത്ത് പിടിച്ചിരുന്നു. ആളും ആരവങ്ങളും ഒഴിഞ്ഞ് അവന്റെ മാത്രം പെണ്ണായി അവന്റെ മാറോട് ചേർന്ന് കിടക്കുമ്പോൾ അവൾ അറിയുകയായിരുന്നു ആ കൈകളിലെ സുരക്ഷിതത്വം. അച്ഛനും അമ്മയും ഉണ്ടായിരുന്നപ്പോൾ തനിക്ക് കിട്ടിയ സന്തോഷം ഇന്ന് താൻ അനുഭവിക്കുന്നു. ഇതിനേക്കാൾ എത്രയോ കൂടുതൽ ഇന്ന് അപ്പച്ചനും അമ്മച്ചയും സ്വന്തം മകളായി തന്നെ സ്വീകരിച്ചു. ഈ ചായൻ സ്വന്തം പ്രാണനായി തന്നെ ആ നെഞ്ചോട് ചേർക്കുന്നു. ഒക്കെ തന്റെ അച്ഛന്റെ അമ്മയുടെ ആശീർവാദം കൊണ്ട് തനിക്ക് കിട്ടിയ സൗഭാഗ്യം. നഗ്നമായ ആ നെഞ്ചിൽ ചേർന്ന് കിടക്കുമ്പോൾ അവൾ ഓരോ നിമിഷവും അറിയുകയായിരുന്നു തന്റെ ഈ ചായന്റെ നെഞ്ചിലെ ചൂട്, ആ ഹൃദയത്തിൽ തനിക്കുള്ള സ്ഥാനം. ജീവിതകാലം മുഴുവൻ ആ നെഞ്ചിലെ ചൂട് തനിക്ക് മാത്രം അവകാശപ്പെട്ടാണെന്ന സന്തോഷത്തിൽ അവനോടൊപ്പം അവളും നിദ്രയെ പുൽകി.